സെക്രട്ടറിന് മുമ്പിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യമായി ബിന്ദുകൃഷ്ണ കൂടി ഇപ്പോൾ സമരപന്തലിൽ എത്തിയിരിക്കുകയാണ്. സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ ഒരു നിലപാടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പിണറായി സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമായി ആശാ വർക്കർമാരുടെ സമരം 41 ദിനങ്ങൾ പിന്നിടുന്നു. നിരാഹാര സമരം പ്രിയപ്പെട്ട സഹോദരിമാർ 3 ദിവസം പിന്നിടുന്നു. എന്നിട്ട് കണ്ണു തുറക്കാത്ത ഈ ഗവൺമെൻറ്റിനെ എന്ത് പേര് ചൊല്ലി വിളിക്കണം? കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികൾ പിണറായി വിജയനും 20 മന്ത്രിമാരും എന്ന് അവർക്ക് ഒത്താശ പാടുന്ന കേരളത്തിലെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അവർ സമരത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാറുണ്ട്. പക്ഷേ അവരുടെ സമരം എന്ന് പറയുന്നത് നാട്ടിലുള്ള വ്യവസായങ്ങൾ പൂട്ടിക്കാനും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനോ. പക്ഷേ ഈ അവരുടെ അവകാശ സമര പോരാട്ടം നടത്തുന്ന ഈ സഹോദരിമാരോട് അനുഭാവപൂർണമായ നിലപാടെടുക്കാത്ത ഈ സർക്കാർ കാലം സാക്ഷി ചരിത്രം സാക്ഷി അവർ മറുപടി പറയുക തന്നെ ചെയ്യും. കേരളത്തെ ആരോഗ്യരംഗത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ആശാ വർക്കർമാരാണ്. കേരളത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന അംഗൻവാടി ജീവനക്കാർ. അവർക്ക് കാലോചിതമായ വേതന വർധനവ് വേണമെന്ന് പറയുന്നത് ഏറ്റവും ന്യായമായ ആവശ്യമാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കാൻ കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മനസാക്ഷിയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണം. ഇപ്പം പ്രതിപക്ഷ നേതാവ് കത്തയക്കുന്നു, അതിന് മറുപടി ഒന്നുമില്ല, അനുകൂല നിലപാട് സ്വീകരിക്കില്ല. ഒപ്പം തന്നെ ഇപ്പം മഴവിൽ സംഘടനയാണ് സമരം ചെയ്യുന്ന അധിക്ഷേപം പാർട്ടി സെക്രട്ടറി ഒക്കെ ഉയർത്തുന്നു. ആരൊക്കെ ജനകീയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, CPM അല്ലാതെ ആര് സമരം നടത്തിയാലും അവരെ അധിക്ഷേപിക്കുക എന്ന ഏറ്റവും ഹീനമായ രാഷ്ട്രീയത്തിൽ ഒട്ടും ഭൂഷണമല്ലാത്ത നിലപാടാണ് CPM എടുക്കുന്നത്. മഴവില്ലല്ല, ഇനി എന്താക്ഷേപിച്ചാലും സാംക്രമിക രോഗം വരുന്ന കീടം എന്നത് അടക്കം എത്രയോ അപമാനങ്ങൾ, സുരേഷ് ഗോപി കൊട കൊടുത്തതിനെ അപമാനിച്ചതടക്കം, അശ്ലീലം എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ അടക്കം എന്തൊക്കെ കാണിച്ചാലും മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി തന്നെ വരും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളടക്കമുള്ള എല്ലാവരും ഇവിടെ സമരപ്പന്തലിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയണം. ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ രീതിയിലുള്ള പിന്തുണകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരികുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.